ജനനായകൻ അങ്ങനെ മെയ് റിലീസാകാൻ പോകുന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തവും പരന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സെൻസർ ഇഷ്യൂ ഒക്കെ വന്ന് ഇതിൻ്റെ റിലീസ് നീണ്ടു പോവുകയാണ്. അല്ലാതെ വേറൊരു അപ്ഡേറ്റും ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇനി വരാനില്ല. കാരണം പടത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റായി ആ സെൻസർ ഇഷ്യൂ വന്ന് അവിടെ മുതൽ തുടങ്ങിയൊരു പ്രശ്നമാണ് ഈ ഒരു വിജയ് ചിത്രത്തിന്. എന്തായാലും ഈ ഒരു സിനിമയുടെ ഇപ്പം ഇവർ പറയുന്ന ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മെയ് മാസമായിരിക്കും ഈ സിനിമ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം പറയുന്നത്. ഏകദേശം ആദ്യത്തെ റിലീസ് ഡേറ്റ് മാറിയതിന് ശേഷം ഏപ്രിൽ 30 ചിത്രം ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സത്യമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല. ഏപ്രിൽ 30 ഈ ഒരു സിനിമ വരുന്നതല്ല എന്നിപ്പം ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ചിത്രത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് ചിത്രത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണിത്. നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്ന നല്ല രീതിക്ക് തന്നെ അടിച്ച് പൊളിച്ച് കാണണമെന്നാണ്. പക്ഷേ ഇതിങ്ങനെ നമ്മളെ ഒരു മടുപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു കാര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എപ്പോഴാണ് ഈ ഒരു സിനിമ റിലീസാകുന്നത് അന്ന് തന്നെ ആയിരിക്കും നമ്മൾ തകർക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ഈ ചിത്രം മെയ് റിലീസാകും. പിന്നെ തമിഴ്നാട്ടിലെ ഇലക്ഷനൊക്കെ ഇതിനൊരു പ്രധാന കാരണമാണ്. റിലീസ് നീണ്ടു പോകുന്നതിനും ഒരു കാരണമാണ്. പിന്നെ സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഏകദേശം ഒരു പ്രശ്നമൊക്കെ സോൾവ് ആയെന്നുള്ളൊരു റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ജനനായകൻ്റെ പ്രൊഡക്ഷനായിട്ടുള്ള KVN എന്ന് പറഞ്ഞാൽ അവർ ഒഫീഷ്യലായിട്ട് തന്നെ ആ കേസാണ് പിൻവലിച്ചെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കേട്ടതാണ് ന്യൂസിൽ കൂടെ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു റിലീസ് ഡേറ്റ് കിട്ടി. ഈ സിനിമ നല്ല രീതിക്കൊന്ന് റിലീസായി കണ്ടാൽ മതിയായിരുന്നു. കാരണം ഇതിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് മാത്രം ഇതിന് മാത്രം എന്തോ പ്രശ്നമുണ്ടെന്നൊന്ന് കണ്ടിട്ട് അറിയാൻ വേണ്ടിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ചിത്രമായതുകൊണ്ട് ഉറപ്പായിട്ട് ഈ ഒരു സിനിമ പോയി കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ T എന്ന് പറഞ്ഞൊരു ജീവിയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ ലാസ്റ്റ് ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് അറിയാം, ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. കറക്റ്റ് ആ ഒരു വിജയുടെ ഒരു ഇഷ്യൂ വന്നപ്പം കുറേ ആൾക്കാരൊക്കെ മരിച്ചു പോയല്ലോ തിരക്കിലൊക്കെ പെട്ട്. അന്നേരമാണെങ്കിൽ മറ്റ് ഒരു പാർട്ടിയിൽ ഇപ്പോൾ DMK പാർട്ടിയിലൊക്കെയാണെന്ന് തോന്നുന്നു, അവർ ഇങ്ങനെ എന്തോ അന്യായമായി കൊന്നിട്ടേക്കളടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അതാണെങ്കിൽ ചെറിയ ആ ഒരു ഡയലോഗ് ആണെങ്കിൽ നമ്മുടെ T എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ഒരു സീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു വോയിസ് ഓവർ. പക്ഷേ അത് കൊടുത്തിരുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷേ OTTയിൽ ഈ ഒരു പടം റിലീസായപ്പോൾ അത് മ്യൂട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഒരു സിനിമയ്ക്കകത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അവർക്ക് കൊള്ളുമെന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ചിത്രം ആരൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണുമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വിജയുടെ ഒരു നല്ലൊരു കിടിലൻ സിനിമ ആകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.